നമസ്തേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീ ഋഷിയുടെ പുതിയൊരു യോഗ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബാലൻസിന്, അതായത് സന്തുലന അവസ്ഥയെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആസനാസ് ആണ്. ഇത് ബേസിക് തൊട്ട് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുന്ന ആസനാസ് ആണ്. ഇവയുടെ കോൺട്രാ ഇൻഡിക്കേഷൻസ് അവയോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഉള്ളവർ മാക്സിമം ഈ ആസനാസ് ഒഴിവാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു യോഗ തെറാപ്പിസ്റ്റിൻ്റെ കൺസൾട്ടേഷനോട് കൂടി മാത്രം ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആസനയാണ് താടാസന. ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു സ്റ്റാൻഡിംഗ് പൊസിഷൻ അഡോപ്റ്റ് ചെയ്യുക. നിവർന്ന് നിൽക്കുക, പാദങ്ങൾ അല്പം അകലത്തിലായിരിക്കണം. ദെൻ കൈകൾ ഇന്റർലോക്ക് ചെയ്യുക, പാംസ് ഫേസിംഗ് ഡൗൺവേർഡ്സ്. അതിനുശേഷം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. കൈപ്പത്തികൾ ആകാശത്തിന് അഭിമുഖമായിരിക്കും. ദെൻ ആ പൊസിഷനിൽ സ്ലോലി എക്സേൽ. പതിയെ കൈപ്പത്തികളിലേക്ക് നോക്കുക. ഇൻഹേൽ. വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉപ്പൂറ്റികൾ നിലത്തു നിന്നും ഉയർത്തുക. ആ പൊസിഷനിൽ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഉപ്പൂറ്റികൾ ഉയർത്തുകയും പുറത്തു വിടുമ്പോൾ നിലത്ത് തൊടുവിക്കുകയും വേണം. അതുകൂടാതെ ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് കൈകൾ മേൽപോട്ടുയരുകയും പുറത്തേക്ക് വിടുന്നതിനനുസരിച്ച് താഴുകയും ചെയ്യുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ പരമാവധി മുകളിലേക്ക് വലിച്ചു പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സുഖകരമായ ശാന്തത അനുഭവിക്കുക. വളരെ സാവധാനം സമയാനുസൃതം 8 മുതൽ 10 പ്രാവശ്യം വരെ ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ എക്സേൽ ചെയ്ത് കൈകൾ താഴ്ത്തിക്കൊണ്ടുവരിക. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആസനയാണ് അർദ്ധചന്ദ്രാസന. ഈ യോഗാസനയുടെ ഫൈനൽ പൊസിഷനിൽ ശരീരം ചന്ദ്രകലയുടെ ആകൃതി കൈവരിക്കുന്നതിനാലാണ് ഈ ആസനയ്ക്ക് ഈ പേര് ലഭിച്ചത്. സോ ഫസ്റ്റ് കം ടു എ സ്റ്റാൻഡിംഗ് പൊസിഷൻ. സ്ലോലി കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തിന് ഇരുവശത്തുമായി ചേർത്ത് വെച്ച് നിവർന്ന് നിൽക്കുക. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ഉയർത്തുക. കൈപ്പത്തികൾ ചേർത്ത് അഞ്ജലി മുദ്രയിൽ കൊണ്ടുവരിക. ഇരു കൈകളും കാതുകൾ സ്പർശിക്കും വിധമാണ് നീട്ടിവെക്കേണ്ടത്. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ദെൻ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശരീരം മുകളിലേക്ക് വലിക്കുക. ദെൻ സ്ലോലി എക്സേൽ. ശ്വാസം വിടുന്നതിനനുസരിച്ച് സാവധാനം പിന്നോട്ട് വളയുക. കൈകൾക്ക് സ്ഥാനചലനം ഉണ്ടാകില്ല. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനനുസരിച്ച് ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഈ സ്റ്റെപ്സ് ഒരു 3 മുതൽ 6 തവണ വരെ ചെയ്യാവുന്നതാണ്. ദെൻ എക്സേൽ, ബ്രിങ് യുവർ ഹാൻഡ്സ് ഡൗൺ ആൻഡ് റിലാക്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആസനയാണ് വൃക്ഷാസന. സംസ്കൃതത്തിൽ വൃക്ഷം എന്നാൽ മരം എന്നാണ്. സോ ആദ്യം ഒരു സ്റ്റാൻഡിംഗ് പൊസിഷൻ അഡോപ്റ്റ് ചെയ്യുക. ദെൻ കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ഇരുവശത്തുമായി വയ്ക്കുക. സാവധാനം വലതുകാൽ മടക്കി ഇടതു തുടയുടെ ആരംഭ ഭാഗത്ത് ഉറപ്പിച്ച് നിൽക്കുക. ആ പൊസിഷനിൽ ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതോടൊപ്പം ഇരു കൈപ്പത്തികളും മുകളിലേക്ക് ഉയർത്തി ചേർത്ത് വയ്ക്കുക. കൈമുട്ട് വളയാതെ ശ്രദ്ധിക്കണം. ആ നിലയിൽ നിന്നുകൊണ്ട് ദീർഘമായി ശ്വസിക്കുക. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും മുകളിലേക്ക് ശരീരത്തെ വലിക്കുക. ദെൻ സ്ലോലി എക്സേൽ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലെത്തുക. കാലുകൾ റിലീസ് ചെയ്യുക. ഇതേ സ്റ്റെപ്സ് ഇടത് കാലിലും ആവർത്തിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അവസാനത്തെ ആസനയാണ് വീരഭദ്രാസന. അതിൻ്റെ 3rd വേരിയേഷൻ. ഇത് ചെയ്യാനായിട്ട് കാലുകൾ ചേർത്ത് വെച്ച് നിൽക്കുക. ശ്വാസം അകത്തേക്കെടുക്കുക. എക്സേൽ. ശരീരം അരയുടെ ഭാഗത്തു നിന്നും മുന്നോട്ടേക്ക് വളയുക. സാവധാനം ഇടത് കാൽ നിലത്ത് ഊന്നി വലത് കാൽ ഭൂമിക്ക് സമാന്തരമായി ഉയർത്തുക. ആ പൊസിഷനിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഇൻഹേൽ. ശ്വാസം അകത്തേക്കെടുത്ത് കൈകൾ സാവധാനം ഉയർത്തി ഭൂമിക്ക് സമാന്തരമായി വയ്ക്കുക. നോട്ടം താഴേക്കോ മുന്നിലോട്ടോ വയ്ക്കാവുന്നതാണ്. ആ പൊസിഷനിൽ ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക.
ഇതിൽ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും ഇടത് കാലിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ദെൻ സാവധാനം കൈകളും കാലുകളും താഴ്ത്തി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുക. ഈ സ്റ്റെപ്സ് ഇടത് കാലിലും ആവർത്തിക്കുക. സോ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ ബാലൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന 5 ആസനകളാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.